നഗരഹൃദയത്തിലെ നരക ജീവിതത്തിന്റെ നേർക്കാഴ്ചയിലേക്കാണ് പൊതുജനം കഴുതയല്ല സാർ ആദ്യം പോകുന്നത്. എറണാകുളം പാതാളം പഞ്ചായത്ത് കോളനിയിലെ 27 കുടുംബങ്ങളിലെ 130 പേർക്ക് ആകെയുള്ളത് ഒരു പൊതുശുചി മാത്രം. അസൗകര്യങ്ങളും മാലിന്യവും വീർപ്പുമുട്ടിക്കുന്ന കോളനിയിലെ ജീവിത ദുരന്തം വാക്കുകളിൽ വരച്ചിടാനാവില്ല. ഇതും കേരളത്തിൽ തന്നെയോ എന്ന് തോന്നിപ്പിക്കും ഇവരുടെ ജീവിതം കണ്ടാൽ. നമ്പർ 1 കേരളം, നമ്പർ 1 അവഗണന. താമസിക്കാൻ വീട് വേണം. ഞാൻ മരിച്ചാന്ന് ഇവിടെ തന്നെ മരിക്കണം. നിങ്ങൾ തന്നെ എടുത്തു ശവക്കോട്ടേക്ക് കൊണ്ടുപോകും. ഒരു ഇതും ഞങ്ങൾക്ക് ചെയ്തു തന്നിട്ടില്ല. എനിക്ക് ഒരു ഉപകാരം ഇതിനകത്ത് എനിക്ക് ചെയ്തു തന്നു. എനിക്ക് അത്തരം സങ്കടമുണ്ട്. 25 കൊല്ലം ഈ നരകത്തിൽ കിടന്ന് ഞാൻ അറിയിക്കണത്. എഴുപത്തഞ്ച് വയസ്സുകാരി വെള്ളയമ്മ, 67കാരി മുത്തുലക്ഷ്മി. കണ്ണീരുണങ്ങാതെ ഇവരിവിടെ ജീവിക്കാൻ തുടങ്ങിയിട്ട് 40 വർഷത്തിലധികമായി. ഈ വാക്കുകളും കണ്ണുനീരും 2 പേരുടേത് മാത്രമല്ല, 27 കുടുംബങ്ങളുടെ കൂടിയാണ്. ഇതാണ് എറണാകുളം ജില്ലയിലെ പാതാളം പഞ്ചായത്ത് കോളനി. 2000-2005 കാലഘട്ടത്തിൽ പഞ്ചായത്ത് മാർക്കറ്റ് പണിയുന്നതിനായി വാങ്ങിയതാണ് 67 സെന്റ് ഭൂമി. ഇതിൽ ഒരു പൊതു ശൗചാലയം, ശ്മശാനം, പ്രാഥമിക ആരോഗ്യ കേന്ദ്രം എന്നിവയുണ്ട്. ബാക്കി വരുന്ന ഭൂമിയിലാണ് 27 കുടുംബങ്ങൾ താമസിക്കുന്നത്. 40 വർഷത്തിലധികമായി ഇവിടെ താമസിക്കുന്ന ഇവർക്ക് വൈദ്യുതി ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ലഭിച്ചിട്ടുമുണ്ട്. എന്നാൽ ഇത്രയും ആളുകൾക്ക് ആകെയുള്ളത് ഒരു പൊതു ശൗചാലയം മാത്രം. അതിലുള്ളിലെ 2 ടോയ്ലറ്റുകളുടെ ഫ്ലഷ് ടാങ്ക് ഉപയോഗിക്കാൻ കഴിയില്ല. സെപ്റ്റി ടാങ്ക് പൊട്ടിയൊലിച്ച് പുറത്തേക്ക് പോകുന്നു. കുളിക്കാനും അലക്കാനും ഉപയോഗിക്കുന്ന വെള്ളം മാലിന്യം നിറഞ്ഞുകിടക്കുന്നു. പൊതു ടോയ്ലറ്റിൽ കെയർടേക്കറായി നിർത്തിയതാണ് മുത്തുലക്ഷ്മിയെ. പക്ഷേ കൂലി കിട്ടുന്നില്ല. 27 കുടുംബങ്ങൾ 100 രൂപ വീതം നൽകുന്നതാണ് വരുമാന മാർഗം. പെൻഷനും ഈ തുകയും ഉപയോഗിച്ചാണ് മുത്തുലക്ഷ്മി ടോയ്ലറ്റ് വൃത്തിയാക്കുന്നതിനും മറ്റുമായുള്ള സാധനങ്ങൾ വാങ്ങുന്നത്. നമ്പറാന്ന് പറയാൻ മാത്രമേ ഉള്ളൂ. ഒരു കാര്യത്തിന് ഇങ്ങോട്ട് കയറി വന്ന അങ്ങനെയുണ്ട് എന്താ ഏതാന്ന് ഒന്നും അന്വേഷിക്കാറില്ല. ആരെങ്കിലും വലിയ ആൾക്കാർ വരുമ്പോൾ ഇവിടെ വരും. 2 ആൾക്കാരെ അവിടുന്ന് വിളിച്ചുകൊണ്ട് വരും. വന്നിട്ട് വെറുതെ അങ്ങോട്ട് കാറ്റ് കുട്ടിയിട്ട് എന്നെ പുറത്ത് നിൽക്കാൻ പറയും. ഞാൻ പുറത്ത് നിൽക്കണം. പക്ഷെ നന്നാക്കണം ഞാനാണ്. അവർ വരുമ്പോൾ ഞാൻ പുറത്ത് നിൽക്കണം. അവർ വന്ന് നന്നാക്കി അവർ പേരും കൊണ്ട് അവർ പോകും. ഇതിൽ നിന്ന് ഒരു വകയില്ല. ആകെ കിട്ടണേ എനിക്ക് 2400 രൂപ കിട്ടും എല്ലാം വീട്ടുകാരിൽ നിന്ന്. 2 വീട്ടുകാരില്ല. അപ്പോൾ ആ കാശും കൊണ്ടാണ് ഇവിടുത്തെ എല്ലാ ചിലവും ഞാൻ ബാത്റൂമിൻ്റെ ഉപയോഗിക്കുന്ന മരുന്നുകൾ, RPK, ബ്ലീച്ചിങ് പൊടി ഇതൊക്കെ മേടിച്ച് ഞാൻ ചെയ്യുന്നത്. 2 ദിവസം അടുപ്പിച്ചു മഴ പെയ്താൽ മുഴുവൻ കുടുംബങ്ങളിലും വെള്ളം കയറും. പാമ്പിന്റെ ശല്യവും അടച്ചുറപ്പുള്ള വീടില്ലാത്തതിന്റെ ബുദ്ധിമുട്ടും ശൗചാലയമില്ലാത്തതും നിരന്തരം പരാതിപ്പെട്ടു മടുത്തു. ചെല്ലുമ്പോൾ പറയുന്നത് കുടിയേറ്റ ഭൂമിയിലാണെന്ന്. ഞാൻ ദൈവം കൈയെടുത്ത് തൊഴുവ് പറയാ. ഞങ്ങൾ പാവപ്പെട്ട പറയാം. വേറെ ദൂരമൊക്കെ പോയി ഒരു വീടൊക്കെ പണിത് ഏതൊക്കെ ചെയ്താലും ഞങ്ങൾ ഇവിടെ പണിക്ക് നിൽക്കുന്നത് പാതാൽ തന്നെയാണ്. എനിക്ക് 2 പെമ്പിളറുണ്ട്. ഒരു കൂലിമുറി ഉണ്ടാക്കിയപ്പോൾ അവിടുന്ന് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ആൾക്കാർ ഇവിടെ കൊണ്ടുവന്നു. നിങ്ങൾ എന്തിനാ ഇങ്ങനെ ബാത്റൂം ഒക്കെ എടുക്കണം വെക്കണമെന്ന് പറഞ്ഞു. തൽക്കാലം മാറി നിൽക്കണം ചെയ്യണപ്പോൾ ആ രീതിയിലെ കൊണ്ട് റെഡിയാക്കി തരണം. വെള്ളമില്ല, കുള്ളിയില്ല, നമ്മൾ മുറിയില്ല, ബാത്റൂം അത് റെഡിയാക്കി തരണം. സ്വന്തമായിട്ട് വീട് പണി അവിടെ സമ്മതിക്കില്ല. ഞങ്ങൾക്ക് പുറത്തും പോകാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ്. എടുക്കാൻ ഒരു നിവൃത്തിയില്ല. ഒരു പണിയെടുക്കാൻ പറ്റണില്ല. അപ്പൊ ഇവിടെ തന്നെ ഒരു വീട് എന്തായാലും. അതിദാരിദ്ര്യമുക്ത കേരളത്തിലെ ഇവരുടെ അവസ്ഥ കാണണമെന്നാണ് കൗൺസിലറും പറയുന്നത്. നഗരസഭ ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കാറില്ല. നഗരസഭയുടെ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഏതൊരു നല്ലൊരു പ്ലാൻ പാസ്സാക്കി അടിയന്തിരമായിട്ട് ഇവരും മനുഷ്യരാണ് എന്നുള്ള തിരിച്ചറിവോടുകൂടി ഇവർക്ക് ടോയ്ലറ്റ് സംവിധാനങ്ങളും വീടും നിർമ്മിച്ച് നൽകണമെന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം.
ഇതും കേരളത്തിൽ തന്നെയാണ്. ഇവർ ചോദിക്കുന്നത് മറ്റൊന്നുമല്ല, അടിസ്ഥാന സൗകര്യങ്ങൾ മാത്രമാണ്. മറ്റൊന്നും ഇവർ ആവശ്യപ്പെടുന്നുമില്ല. ഇത് ഇന്നോ ഇന്നലെയോ ഇവിടെ വന്ന് താമസിക്കുന്ന ആളുകളല്ല, വർഷങ്ങളായിട്ട് ഇവിടെയുള്ളവരാണ്. ആരെയും ഇവിടെ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ ഇവരുടെ അവസ്ഥ കണ്ടറിയണം, പരിഹാരമുണ്ടാകണം. കൊച്ചിയിൽ നിന്നും ക്യാമറമാൻ VS രാഹുലിനൊപ്പം ആൻമരിയ സണി, 24. പൊതുജനം കഴുതയല്ല സാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.